ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിമിറ്റ്ലെസ്. ലിമിറ്റ്ലെസ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ ഫസ്റ്റ് വീഡിയോ. ഓക്കെ, നമ്മൾ സംസാരിക്കാൻ പോണത് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിലെ വർക്ക് ഫ്ലോനെ കുറിച്ചാണ്. എന്താണ് വർക്ക് ഫ്ലോ, എങ്ങനെയാണ് വർക്ക് ഫ്ലോയുടെ ഇമ്പോർട്ടൻസ് നമ്മുടെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ബിസിനസ്സിൽ നമ്മളെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് എഫക്റ്റീവായിട്ടുള്ളത് നമുക്ക് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ബ്രീഫായിട്ട് നമുക്ക് പറയാം. അതും എനിക്കറിയാവുന്ന നോളജിലാണ് ഞാൻ പറയുന്നത്. ഇതിൽ നിന്ന് തെറ്റുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾ ഏറ്റെടുക്കരുത്. അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമ്മളൊരു വെഡ്ഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോസസ്സിങ് ചെയ്യുന്നു, എങ്ങനെയാണ് നമുക്കത് ഡെലിവറി വരെയുള്ള ആ ഒരു പ്രോസസ്സാണ് നമ്മുടെ വർക്ക് ഫ്ലോ. നമ്മുടെ മെയിൻ വർക്ക് ഫ്ലോ അത് ബുക്കിംഗ് തൊട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓരോ ഫോട്ടോഗ്രാഫേഴ്സിനും അല്ലെങ്കിൽ ഓരോ വെഡ്ഡിങ് കമ്പനീസിനും ഡിഫറൻ്റ് ആക്കുന്നത് ഓരോരുത്തരുടെ വർക്ക് ഫ്ലോസ് ആണ്, അല്ലേ? ഓരോ ആൾക്കാരും ചിലപ്പോൾ സെയിം ഫോട്ടോഗ്രാഫേഴ്സിനെ വെച്ച് നമുക്ക് ഫോട്ടോസ് എടുക്കുന്നു, പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ നല്ലൊരു വീഡിയോ കണ്ടിട്ട് അതിനുള്ള ഫോട്ടോഗ്രാഫേഴ്സിനെ വിളിച്ച് നമ്മൾ, അല്ലെങ്കിൽ വീഡിയോഗ്രാഫേഴ്സിനെ വിളിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യിപ്പിച്ചാലും ചിലപ്പോൾ അവർ വേറൊരു കമ്പനി ചെയ്യുന്ന ഔട്ട്പുട്ട് പോലെ നമ്മുടെ കമ്പനി ഔട്ട്പുട്ട് വരാറുണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ ഇതൊക്കെ ഈ വർക്ക് ഫ്ലോ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനീഷ്യലി നമ്മളാരും ഈ ഫോട്ടോഗ്രാഫിയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പലരും ഒരു പ്രൊഫഷണലി പഠിച്ചിട്ടല്ല നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ഒന്നിനും നമ്മുടെ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആശാന്മാരെന്ന് അവർ പഠിക്കുന്നു, അവരിൽ നിന്ന് പഠിച്ച് അവർ ചെയ്യുന്ന രീതികളായിരിക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ വളരെയധികം കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്യേണ്ടതുണ്ട്. വർക്ക് ഫ്ലോസ് നിങ്ങളിപ്പോൾ ഞാൻ 10-12 വർഷം മുമ്പ് ഫോട്ടോഗ്രാഫിക്ക് വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും സെയിം വർക്ക് ഫ്ലോ തന്നെയാണ് അന്ന് ചെയ്യുന്ന അതേ രീതികൾ തന്നെയാണ് ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രൊഫഷനിൽ നമുക്ക് ഉയരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. കാരണം ഞാൻ എൻ്റെയൊക്കെ ഒരു 18 വർഷം മുമ്പ് വന്നിട്ടുള്ള ആ രീതിയിൽ നിന്നൊക്കെ ഞാൻ പ്രൊഫഷണലി പഠിക്കാണ്ടും ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാണ്ട് വന്നതുകൊണ്ട് എൻ്റെ വർക്ക് ഫോഴ്സ് ഞാൻ തന്നെ സെറ്റ് ചെയ്യായിരുന്നു കുറേയൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സും ഉണ്ട്, അതിൻ്റെയൊക്കെ പ്രോബ്ലംസും ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ നല്ലൊരു വർക്ക് ഫ്ലോ സെറ്റ് ചെയ്യുക, ആ വർക്ക് ഫ്ലോസിൽ എങ്ങനെയാണ് നമ്മൾ റിസർച്ച് ചെയ്ത് അതിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്ത് കൊണ്ടുവരിക എന്നൊക്കെയാണ് ഞാൻ പറയണത്. ഇതിൻ്റെ കംപ്ലീറ്റ് പോർഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ വളരെ നിങ്ങൾക്ക് എന്താണ് വർക്ക് ഫ്ലോ എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ചെറിയൊരു പോർഷൻസ് നിങ്ങളുടെ അടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യാത്തത് ഒരു കുറ്റമായിട്ടോ അല്ലെങ്കിൽ അതൊരു മോശമായിട്ടോ ഒന്നും കരുതണ്ട. ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. അപ്പോൾ നമ്മുടെ രീതികളെ അക്സെപ്റ്റ് ചെയ്യുന്ന ക്ലയൻസുകളായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെയാണ്. ഓക്കെ, പിന്നെ ഓരോരുത്തർ ചെയ്യുന്ന പ്രൈസിങ് ഡിഫറെൻ്റ് ആണ്, നമ്മുടെ ഓഡിയൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിക്കൊരു കമ്പനി ഉണ്ടാവും, ഓഫീസ് ഉണ്ടായിരിക്കും, മാനേജേഴ്സ് ഉണ്ടായിരിക്കും, സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചിട്ടുള്ള വർക്ക് ഫ്ലോ ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ ചിലപ്പോൾ ഒരാൾ മാത്രമായിട്ട് റൺ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ വർക്ക് ഫ്ലോ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഞാൻ പറയുന്ന വർക്ക് ഫ്ലോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതികൾ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഫ്ലോൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ വർക്ക് ഫ്ലോയിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതായ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ആദ്യമേ പറയണത്. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ ഞാനൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് ഡിജിറ്റലിലേക്ക് മാറിയിട്ടുള്ള സമയമായിരുന്നു. അതായത് ഫിലിമിൽ നിന്ന് ഡിജിറ്റൽ ക്യാമറ വന്നിട്ടുള്ള സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് പിക്ചേഴ്സ് നമ്മൾ ഷൂട്ട് ചെയ്യും ഓരോ വെഡ്ഡിങ്സിനും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ അന്ന് മെയിനായിട്ട് കണ്ടിരുന്നത് ആൽബം എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഞാനൊരു ഫോട്ടോയുടെ കേസിൽ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ ആൽബത്തിലേക്കുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യണത് നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോസ് കംപ്ലീറ്റ്ലി ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് ഒരു ഹാർഡ് ഡിസ്കിലോ പെൻ ഡ്രൈവിലോ അന്ന് നമ്മൾ ഡംപ് ചെയ്യും. എന്നിട്ട് ഈ ക്ലയൻറ്റാണ് നമുക്ക് സോർട്ട് ചെയ്ത് തന്നിരുന്നത് ആൽബംസ്. ഓക്കെ, സോർട്ട് ചെയ്ത് തരുന്നു. ഇത് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജിൽ കേട്ടോ സോർട്ട് ചെയ്ത് തന്നിരുന്നു. അതിൽ നിന്ന് നമ്മൾ ആ സെലക്ട് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് നമ്മൾ ആൽബാക്കിയിട്ട് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കും. അതായത് അറൗണ്ട് ഒരു 3000 പിക്ചറൊക്കെ അന്ന് നമ്മൾ എടുത്തിരുന്നു 1DX ഒക്കെ ഉള്ള സമയത്ത് ഒരു വെഡ്ഡിങ്ങിന്. അപ്പോൾ അതിൽ നിന്ന് 200, 250, 300 ഒക്കെ ആ പിക്ചേഴ്സാണ് നമുക്ക് ആൽബത്തിലേക്ക് വേണ്ടി വരുള്ളൂ. അതായത് അന്ന് ചെയ്തിരുന്ന രീതികൾ അത് 2 കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ. നമുക്കപ്പോൾ അന്ന് ഒരുപാട് മൾട്ടിപ്പിളായിട്ട് വർക്ക് എടുക്കുമ്പോൾ ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡ്സും ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് ക്ലയൻറ്റുകൾ ഓരോ സീസണിലായിരിക്കും നമുക്ക് വർക്കുകൾ വരിക. അപ്പോൾ ഇത് സോർട്ട് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ക്ലയൻറ്റുകൾ ഒരുപാട് സമയം എടുക്കുമായിരുന്നു ഇത് സോർട്ട് ചെയ്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കുകൾ സീസണിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ ഇത് അങ്ങനെ പോയി ഒരുപാട് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇതൊരു പ്രോബ്ലമാണ്. വർക്കുകൾ ക്ലോസ് നമ്മൾ സ്റ്റാഫുകളെ വെച്ചു, ഡിസൈനിങ്ങിനൊക്കെ കൂടുതൽ ആൾക്കാരെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ
നമുക്ക് സ്റ്റാഫുകൾക്ക് വർക്ക് ചെയ്യാൻ വർക്കില്ല. കാരണം ഇത് ആരും സോർട്ട് ചെയ്ത് തരുന്നില്ല, സോർട്ട് ചെയ്ത് കിട്ടുന്നില്ല. അവർക്ക് ഈസി അല്ല. നമ്മൾ എടുക്കുന്ന 2-3 ക്യാമറാസ് 2-3 ഫോൾഡേഴ്സ് ആയിട്ട് ക്ലയൻറ്റിന് കൊടുക്കുന്നു. പലരുടെയും പല ക്ലയൻറ്റിനും ഗ്രാഫിക്സ് കാർഡുള്ള ലാപ്ടോപ്സുകൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് പ്രോപ്പറായിട്ട് സോർട്ട് ചെയ്ത് ക്ലയൻറ്റിന് തരാൻ പറ്റാത്ത സിറ്റുവേഷനായി. അപ്പോൾ അതൊരു വലിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ സോർട്ട് ചെയ്യാനായിട്ടൊരു സോഫ്റ്റ്വെയറോ ആപ്ലിക്കേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു പറഞ്ഞിട്ടാണ് അന്നൊരിക്കൽ ഈ പ്രീ മാജിക്കിൻ്റെ ഒക്കെ ഫൗണ്ടേഴ്സ് ഉണ്ട് കുറച്ച് പേര്, അവരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് പ്രീ മാജിക് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ തന്നെ ഇനീഷ്യലി സോർട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ ഇൻപുട്സ് ഒക്കെ എടുത്തിട്ടാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ സോഫ്റ്റ്വെയർ, അങ്ങനെ പ്രീ മാജിക് എന്ന് പറഞ്ഞ സംഭവം കിട്ടിയോടുകൂടി നമ്മൾ എടുക്കുന്ന പിക്ചേഴ്സ് എല്ലാം നമ്മൾ ഈ സോഫ്റ്റ്വെയറിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ക്ലയൻറ്റ് ഈസി ആയിട്ട് മൊബൈലിൽ ഫയൽസ് സോർട്ട് ചെയ്ത് തരുന്നു. ഇതായിരുന്നു കുറേ കാലം വരെ നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ പിന്നീടാണെങ്കിലും ഇതിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. കാരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 10-30 പിക്ചേഴ്സ് മാത്രമേ ക്ലയൻറ്റിന് എഡിറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ, ബാക്കിയൊക്കെ സോർട്ട് ചെയ്ത് പോവാണ് അവർ, അല്ലെങ്കിൽ അവർ കളയും ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വെഡ്ഡിങ്ങിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് 3000 പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് നല്ല നല്ല പിക്ചേഴ്സുകളൊക്കെ ക്ലയൻറ്റിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാണ്ട് വരികയാണ് സോർട്ട് ചെയ്യുമ്പോൾ. നമുക്ക് നല്ല ക്ലയൻറ്റിന് നല്ല, കാരണം അവർ പല പ്രൊഫഷണൽസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെയൊക്കെ കൂടുതലും ക്ലയൻസുകളും ഡോക്ടേഴ്സായിരുന്നു. അപ്പോൾ അവർക്ക് ഇതിൻ്റെ നോളജുകളും ബാക്കിയൊന്നും അവരുടെ ഒരു ഫേസോ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും നല്ല പിക്ചേഴ്സ് മാത്രമേ അവർ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരുപാട് നല്ല പിക്ചേഴ്സ് കളയും ചെയ്ത് പോകുന്നു. അപ്പോൾ ആൽബത്തിലേക്ക് വരുമ്പോൾ അത്ര നല്ല പിക്ചേഴ്സ് അല്ല അവർ സോർട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടായിരിക്കും ബാക്കി ആളുകളൊക്കെ കാണണ്ടായിരിക്കുക. അപ്പോൾ ഫൈനൽ ആൽബങ്ങൾ മോശമായി തുടങ്ങി നമ്മുടെ. അപ്പോൾ അതൊരു പ്രോബ്ലം ആയി തുടങ്ങി. അപ്പോൾ അങ്ങനെ ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യുന്നുള്ള രീതിയിലാണ് പിന്നെ നമ്മൾ കൂടുതൽ. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ 2018 സിൽക്ക് ഇൻസ്പയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഗോവയിലൊക്കെ പോകുന്നത്. അപ്പോൾ അന്നും ഞാൻ ഈ പറയുന്ന രീതികളൊക്കെ എന്നേക്കാൾ മുമ്പ് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ നന്നായിട്ട് ചെയ്യുന്ന കമ്പനികളൊക്കെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും ഒക്കെയാണ് പറഞ്ഞത്. ശരിക്കും ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ ഒരു വെഡ്ഡിങ്ങിൻ്റെ പിക്ചേഴ്സ് സോർട്ട് ചെയ്യേണ്ടത് ആ പ്രൊഫഷണൽ തന്നെയാണ്, ആ ഫോട്ടോഗ്രാഫർ തന്നെയാണ് ഏറ്റവും നല്ല പിക്ചേഴ്സ് സോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ തന്നെയാണ് സോർട്ട് ചെയ്യേണ്ടത് പിക്ചേഴ്സ്. പിന്നെ ഇതിൻ്റെ ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും ടഫായിട്ടുള്ളൊരു ഏരിയ ആണ് എന്താ പറയുക, ഈ ഫോട്ടോ സോർട്ടിങ് എന്ന് പറയുന്നത്. 3000 പിക്ചേഴ്സ് സോർട്ട് ചെയ്യുന്നുള്ളത്. അത് ഈ ക്ലയൻറ്റ് നമുക്ക് കാശ് തന്നിട്ട് നമ്മൾ അവരെ കൊണ്ട് തന്നെ വലിയൊരു പണി എടുപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് എന്തിനാണ് അവർ കാശ് തരുന്നത്, ആ ഒരു ചിന്ത എനിക്ക് വന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ തന്നെ സോർട്ട് ചെയ്തിട്ട് ഒരു സെറ്റ് ഓഫ് പിക്ചേഴ്സ്, അപ്പോൾ നല്ല ഔട്ട്പുട്ട് വന്നു തുടങ്ങി നമുക്ക്. കാരണം പിന്നെ നമുക്ക് അതിന് ആ ഈസി ആയിട്ട് സോർട്ട് ചെയ്യാനുള്ള പല മെത്തേഡുകൾ ഞാൻ പല ആൾക്കാരിൽ നിന്ന് പഠിച്ചു. പല കമ്പനികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ബാംഗ്ലൂർ വിവേക് കൃഷ്ണ ഫോട്ടോഗ്രാഫി. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഒരുപാട് നാളായിട്ട് ഈ രീതി ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ആൽബത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, വെഡ്ഡിങ് കഴിഞ്ഞാൽ ഒരു 500-300 പിക്ചേഴ്സ് അവർ സോർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവരിൽ നിന്നൊക്കെ പോയിട്ട് നമ്മളിത് പഠിച്ച് നമ്മളിത് വർക്കൗട്ട് ചെയ്ത് തുടങ്ങി, ഈ ഒരു വർക്ക് ഫ്ലോ. അപ്പോൾ അത് പക്ഷേ നമ്മളിപ്പോൾ ആദ്യം പറയുന്നവർക്ക്, അതായത് നോർമലി ഒരു വെഡ്ഡിങ് എടുത്തിട്ട് 5-10 പടങ്ങൾ മറ്റുള്ള ഡിസൈനേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് 100-200 രൂപയ്ക്കും കളർ ഗ്രേഡ് ചെയ്ത് കൊടുക്കുന്ന അവർക്ക് ഒരു വെഡ്ഡിങ് കഴിഞ്ഞാൽ 1000 പടമൊക്കെ ക്ലയൻറ്റിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചേട്ടാ ഇത് പോസിബിൾ ആണെന്നുള്ളതൊക്കെയാണ് ബുദ്ധിമുട്ട്. പിന്നെ നമ്മളത് റോയിൽ ഷൂട്ട് ചെയ്ത് തുടങ്ങി ഈസി ആയിട്ട് ഒരു കളർ ടോൺ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ റിസർച്ച് ചെയ്തിട്ടാണ് ലാസ്റ്റ് നമ്മളിങ്ങനെ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഒരു 500-600 പിക്ചേഴ്സ്, അത്ര ഒരു 800 പിക്ചേഴ്സാണ് നമുക്കൊരു കേരള വെഡ്ഡിങ്ങിൻ്റെ നമുക്ക് കറക്റ്റായിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് വേണ്ടി വരുള്ളൂ. അപ്പോൾ ആ പിക്ചേഴ്സ് നമ്മൾ തന്നെ സോർട്ട് ചെയ്ത് അത്രയും പിക്ചേഴ്സ് കളർ ഗ്രേഡ് ചെയ്ത് ക്ലയൻറ്റിന് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വഴി നമ്മൾ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക്. ഈ ക്ലയൻറ്റ് ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിൻ്റെ ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ ഈ അവിടെ വന്നിട്ടുള്ളവരെല്ലാവരുടെ പിക്ചേഴ്സും അവർക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതോടുകൂടി നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡിങ് കൂടി ഭയങ്കരമായിട്ട് വൈഡായിട്ട് ചെയ്യും. അപ്പോൾ ഈ സമയത്തൊക്കെയാണ് കൊറോണ വന്ന് നമ്മൾ ക്ലോസ് ആവുന്നത്. അപ്പോൾ ഈ കൊറോണ സമയത്ത് ഞാൻ ഒരുപാട് പേർക്ക് ലിമിറ്റ്ലെസ്സിൻ്റെ ഭാഗമായിട്ട് ഈ സാധനം എങ്ങനെ സെറ്റ് ചെയ്യണമെന്നും ഇതൊക്കെ പഠിപ്പിച്ച് ചെയ്തും കൊടുത്തിരുന്നു. ഒരുപാട് പേർക്ക് അത് ചെയ്തു കൊടുത്തിരുന്നു. പക്ഷെ പലർക്കും അത് അവരുടെ സ്റ്റാഫുകളെ പഠിപ്പിച്ച് ചെയ്യിപ്പിക്കാനോ അതൊന്നും കുറേ പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, പലർക്കും അത് വർക്കൗട്ട് ആയിട്ടില്ല. കാരണം നമ്മൾ പണ്ട് മുതലേ പഠിച്ചു വന്നിട്ടുള്ളൊരു ലൂപ്പാണ്. ആ ലൂപ്പിൽ കിടന്നിട്ട് ആ രീതിയിൽ തന്നെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ഫ്ലോ പൊളിക്കുക അല്ലെങ്കിൽ വർക്ക് ഫ്ലോ മാറ്റാൻ പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. അതിന് നമ്മൾ ചിന്തിക്കാനും അതിന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. അങ്ങനെ പിന്നീട് ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോഴാണ് പണ്ടത്തെ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ നെഗറ്റീവിൽ ഞാനൊക്കെ ലാബിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്
ഇവർ 10-12 റോൾസൊക്കെ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവർ ഡെവലപ്പിംഗ് കഴിഞ്ഞിട്ട് ആ നെഗറ്റീവ്സ് ഈ ഫോട്ടോഗ്രാഫേഴ്സാണ് ബെറ്റർ പിക്ചേഴ്സ് ടിക്ക് ചെയ്ത് തരും. എന്നിട്ട് ആ ടിക്ക് ചെയ്ത നമ്പേഴ്സാണ് നമ്മൾ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പണ്ടുള്ളൊരു രീതിയായിരുന്നില്ല ആക്ച്വലി ഇതൊക്കെ എന്നെപ്പോലുള്ള ആൾക്കാർ എന്നെ കൊണ്ടുവന്നിട്ടുള്ളൊരു രീതിയായിരുന്നു. അതായത് ഡിജിറ്റൽ വന്നപ്പോൾ ഒരുപാട് പിക്ചേഴ്സ് ക്ലയൻറ്റിന് കൊടുക്കുക, അവരെന്താ പറയുക, അവരാണ് സോർട്ട് ചെയ്ത് തരേണ്ടതെന്നുള്ള രീതി നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയത്. അത് കറക്റ്റായിട്ട് പഠിക്കാണ്ടല്ല, അന്നത്തെ സിറ്റുവേഷനിൽ നമുക്ക് അന്നത്തെ അറിവ് അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നത്. അപ്പോൾ പിന്നീടാണ് ഇങ്ങനൊരു വർക്ക് ഫ്ലോ വന്നത്. അപ്പോൾ ഇതും ഞാൻ പറയും, ഇപ്പോൾ ഈ ഇത്രയും സോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പറയുന്നതൊക്കെ എല്ലാവരുടെ ബഡ്ജറ്റിലും എല്ലാ രീതിയിലുള്ള എല്ലാ ഓഡിയൻസിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. പറഞ്ഞല്ലോ, സാധാരണ ഫോട്ടോഗ്രാഫർക്ക് ഞാനിതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടേണ്ട യാതൊരു കാര്യമില്ല. കാരണം പക്ഷെ നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം അറിയണം. കാരണം നമ്മൾ ഒരു വെഡ്ഡിങ്, ഞാനൊരു വീട്ടിലൊരു വെഡ്ഡിങ് എടുത്തു, അവരെ കസിൻ്റെ വെഡ്ഡിങ് വേറെ ആളെടുത്തിട്ട് ഞാൻ കൊടുത്ത് 30-40-50 പിക്ചേഴ്സാണ്. അവരെ കപ്പിൾ ഫോട്ടോസ് മാത്രമാണ് എഡിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അടുത്ത ആൾ അപ്പുറത്തെ അല്ലെങ്കിൽ അവർ കസിൻ്റെ വെഡ്ഡിങ് എടുത്ത ആൾ 100-1000 പിക്ചേഴ്സ് എഡിറ്റ് ചെയ്ത് കൊടുത്ത് അവരൊക്കെ ഈ സാധനം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്നുള്ള വർക്കുകൾ കുറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും, എന്താ പറയുക, ഒരു നല്ലൊരു വെഡ്ഡിങ് കമ്പനിയുടെ ഇതൊരു ഫോട്ടോയുടെ സെക്ഷൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ തന്നെ വീഡിയോ സെക്ഷനിലും അവരവരുടെ രീതിയിൽ വർക്ക് ഫ്ലോസ്, നമ്മളെ വർക്ക് ഫ്ലോ എങ്ങനെ ബെറ്റർ ആക്കണമെന്നും എങ്ങനെ വളരെ സിമ്പിൾ ആക്കണമെന്നും അതിലുള്ള പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ എന്താ പറയുക അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഇതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് വീഡിയോസാണ് ഞാൻ ചെയ്യുന്ന. എൻ്റെ വർക്ക് ഫ്ലോ ആണ് ഞാൻ കുറച്ച് വീഡിയോസ് ചെറിയ പോർഷൻസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഞാനിതിൻ്റെ ഇത്രയും നല്ല റെസ്പോൺസ് നിങ്ങൾ ഇന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മാസ്റ്റർ ക്ലാസ് ഇതിൻ്റെ വെക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്, ഇത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്. കാരണം ഞാനിത് ഒരു 1.5 വർഷത്തോളം കൊറോണയ്ക്ക് ശേഷം ഞാൻ വർക്ക് എടുക്കാതിരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് പേരെ അടുത്ത് പോയിട്ട് പഠിപ്പിച്ച്, ഞാൻ പോയി ഷൂട്ട് ചെയ്ത് ഇത് ഗാലറി ആക്കി സെറ്റ് ചെയ്ത് കൊടുത്ത് പഠിപ്പിച്ചവരുണ്ട് ഒരുപാട്. അപ്പോൾ ഇതെനിക്കിത് പഠിപ്പിക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വർക്ക് ഫ്ലോ, എന്നത്തെ വർക്ക് ഫ്ലോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിക്കുക. കാരണം നമ്മുടെ ലാസ്റ്റ് ഒരു 10 വർഷമായിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫിയിലും എക്യുപ്മെൻറ്റ്സിലും സ്റ്റൈൽസിലും എല്ലാത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു. പക്ഷേ നമ്മുടെ വർക്ക് ഫ്ലോയിൽ മാറ്റം നമ്മൾ വരുത്തി എന്നുള്ള കാര്യം നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക, എന്നിട്ട് മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഈ ചാനലിൽ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ഫോളോ ചെയ്യുക. അതെനിക്കൊരു സപ്പോർട്ടാണ്. ഞാൻ പറയും, ഇപ്പോൾ ഞാൻ ഇത്രയും ഇത് യൂട്യൂബ് ചാനലിലേക്ക് കടക്കാനൊക്കെ ഉള്ള കാരണം കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും പേര് കമൻറ്റ് ചെയ്ത് ആ ഒരു സപ്പോർട്ട് വന്നുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഞാൻ പറയും എൻ്റെ പ്രസൻറ്റേഷനൊക്കെ ഇതിനേക്കാളും ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കും. ഞാൻ പറയും ഇനീഷ്യലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും, ഇനിയും ബെറ്ററായി ഓരോ വീഡിയോ കഴിയുന്നതോറും ഞാൻ എൻ്റെ പല പ്രോബ്ലംസും ഞാൻ സോൾവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സജഷൻസ് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹാപ്പി ഷൂട്ടിംഗ്.